Do you still confuse between I went, I was going, I had gone, I had been going? Then this video is for you. Today you will learn all 4 past tense forms through real life conversations in the easiest and most interesting way. Simple past, past continuous, past perfect continuous. And by the end of this video, you will speak English more naturally and confidently. There are 4 main past tense forms. Simple past, I visited my friend. Past continuous, I was visiting my friend. Past perfect, I had visited my friend. Past perfect continuous, I had been visiting my friend. Number 1. Simple past. Simple past is used for completed actions in the past. കഴിഞ്ഞ കാലത്ത് പൂർത്തിയായി കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്ട്. ഐ പ്ലേഡ് ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിച്ചു. ഷീ വിസിറ്റഡ് ദുബായ്. അവൾ ദുബായ് സന്ദർശിച്ചു. ദേ വാച്ച് ടിവി. അവർ ടിവി കണ്ടു. ഐ വെന്റ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോയി. ഷീ ഏറ്റ് ലഞ്ച്. അവൾ ഉച്ചഭക്ഷണം കഴിച്ചു. വി വാച്ച്ഡ് എ മൂവി. ഞങ്ങൾ ഒരു സിനിമ കണ്ടു. ദേ കെയിം ലേറ്റ്. അവർ താമസിച്ചു വന്നു. കോമൺ ഇറഗുലർ വെർബ്സ് ഇൻ പാസ്റ്റ് ഫോം: ഗോ, വെന്റ്, ഈറ്റ്, ate, see, saw, take, took, come, came, speak, spoke. I already uploaded V1, V2, V3 forms of irregular verbs. Link in the description box. You can watch. Simple pass through real life conversation. What did you do yesterday? I visited my grandmother. What did you eat there? She cooked biryani. Did you enjoy? Yes. Second one, past continuous. കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയം നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെയാണ് നാം പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. എക്സാമ്പിൾ, ഐ വാസ് വാച്ചിങ് എ മൂവി അറ്റ് 8 PM. 8 മണിക്ക് ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിംഗ്. ഞാൻ വായിക്കുകയായിരുന്നു. ദേ വെയർ പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നു. സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ plus ing form of the verb plus object. Was for singular, were for plural. I was reading. ഞാൻ വായിക്കുകയായിരുന്നു. They were playing. അവർ കളിക്കുകയായിരുന്നു. She was dancing. അവൾ നൃത്തം ചെയ്യുകയായിരുന്നു. When do we use this tense form? Action happening at a specific time in the past. Example, at 9 PM I was studying. 9 മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Interrupted action. I was sleeping when the phone rang. ഫോൺ ബെല്ലടിക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. Real life conversation. Why didn't you answer my call? I was studying. What were your parents doing? My mother was cooking and my father was watching TV. What was your brother doing? He was sleeping. What were you doing at midnight? I was completing my project. Speaking practice. I was cooking. ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. We were traveling. ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. ഷീ വാസ് സിംഗിങ്. അവൾ പാടുകയായിരുന്നു. ദേ വെയർ ലാഫിംഗ്. അവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. നെക്സ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. കഴിഞ്ഞ കാലത്ത് നടന്ന 2 കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയ ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുന്നത്. രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിൽ. I had watched the movie before my friend arrived. എന്റെ സുഹൃത്ത് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിരുന്നു. സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്ട്. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഷീ ഹാഡ് ഗോൺ ഹോം. അവൾ വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് യൂസ്ഡ് when one action happened before another action. The movie had started before we arrived. ഞങ്ങൾ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ സിനിമ തുടങ്ങി കഴിഞ്ഞിരുന്നു. റിയൽ ലൈഫ് കൺവെർസേഷൻസ്. Why were you upset yesterday? I missed my train. What happened? The train had left before I reached the station. Oh no, I had booked the ticket 2 weeks earlier. Why was the kitchen dirty? I had cooked noodles
before the guest arrived. Guest വരുന്നതിന് മുൻപ് തന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. For past perfect continuous. It used to show duration before another past event. Sentence structure: subject plus had been plus verb plus ing plus object. I had been working. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She had been waiting. അവൾ കാത്തിരിക്കുകയായിരുന്നു. They had been playing. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. It used to show duration before another past event. He had been driving for 5 hours before he rested. അവൻ റെസ്റ്റ് എടുക്കുന്നതിന് മുൻപ് 5 മണിക്കൂറായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been reading for 2 hours. ഞാൻ 2 മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She had been cooking since morning. അവൾ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. They had been waiting for a bus. അവർ ഒരു ബസ് കാത്തിരിക്കുകയായിരുന്നു. We had been traveling all day. ഞങ്ങൾ ദിവസം മുഴുവൻ യാത്ര ചെയ്യുകയായിരുന്നു. Real life conversation. You look tired yesterday. Yes, ma'am. I had been studying all night. How long had you been studying? I had been studying for 6 hours before the exam. എക്സാമിന് മുമ്പ് 6 മണിക്കൂർ പഠിക്കുകയായിരുന്നു. Why were you stressed? I had been handling multiple projects for weeks. ഞാൻ ആഴ്ചകളായി നിരവധി പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. All past tenses together. What happened yesterday? I went to the mall. When I reached there, many people were shopping. I realized I had forgotten my wallet. I had been searching for it for 30 minutes before I found it in my car. Super easy trick to remember. Simple past, finished action. Past continuous, action progress in the past. Past perfect, earlier past action. Past perfect continuous, duration before past action. Speaking challenge. Answer in English. What did you do yesterday? What were you doing at 8 p.m.? What had you completed before dinner? What had you been doing before this video? English fluency is not a magic. It comes from listening, speaking, repeating, practicing daily. Don't worry about mistakes. Every fluent speaker once spoke broken English. Practice every day, your English will improve. If this video helped you, like, comment, share with friends, and subscribe to New Choice Online Classroom.